ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന AJ ക്രോണിൻ എഴുതിയിട്ടുള്ള ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, രണ്ടാം ഭാഗം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ എടുത്തത് മിസ്റ്റർ ജോണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും AJ ക്രോണിനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. അങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ അവസാന ഭാഗത്തായിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ എന്താണ് ഇങ്ങനെയൊരു ജോലിയിലേക്ക് നയിച്ചത് എന്ന് ചോദിച്ചു അല്ലേ. മിസ്റ്റർ ജോണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അല്ലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് പാവപ്പെട്ട കുട്ടികളെ, ഡെയർലിക്റ്റായിട്ടുള്ള കുട്ടികളൊക്കെ ഏറ്റെടുത്തിട്ട് അവരെന്ത് ചെയ്യണം, അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കുന്ന രീതിയിൽ അവരെ പരിപോഷിപ്പിച്ച് മാറ്റിയെടുക്കുന്ന ജോലിയായിരുന്നു അവർ രണ്ടുപേരും ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ AJ ക്രോണിന് വല്ലാത്തൊരു ഇൻട്രസ്റ്റ്, താല്പര്യം അവരുണ്ടാവുകയും അങ്ങനെ അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളെ ഈ ഒരു ജോലിയിലേക്ക് ഇതിലേക്ക് നയിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മുടെ ജോണിന് വല്ലാത്തൊരു തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി. കാരണം എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ ഇങ്ങനെ ചോദിക്കാൻ കാരണം നമുക്ക് നോക്കാം. ബാക്കിയുള്ള അതിൻ്റെ പാരഗ്രാഫ് വൈസ് നമുക്ക് നോക്കാം. 8ാമത്തെ പാരഗ്രാഫ് മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The question had a strange effect upon him. He took a sharp breath and exclaimed. ഈ ചോദ്യം മിസ്റ്റർ ജോണിൽ വല്ലാത്ത വിചിത്രമായൊരു എഫക്റ്റ് ഉണ്ടാക്കി. He took a sharp breath. അദ്ദേഹം ദീർഘമായൊരു നിശ്വാസം എടുത്തു. ആൻഡ് exclaimed. എന്നിട്ട് ആശ്ചര്യത്തോടു കൂടി അദ്ദേഹം ഡോക്ടറോട്, AJ ക്രോണിനോട് ചോദിക്കുകയാണ്, യു സ്റ്റിൽ ഡു നോട്ട് റിമെമ്പർ മീ? നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ ഓർക്കാൻ പറ്റുന്നില്ലേ? ഐ ഷുക്ക് മൈ ഹെഡ്. അപ്പോൾ ഡോക്ടർ പറയാണ്, ഐ ഷുക്ക് മൈ ഹെഡ്. ഞാൻ എൻ്റെ തല ഒന്നിങ്ങനെ കുലുക്കി, ഇല്ല എന്ന ഭാവത്തിൽ. ടു ദ ബെസ്റ്റ് ഓഫ് മൈ ബിലീഫ്, എൻ്റെ വിശ്വാസത്തിൻ്റെ അങ്ങേ തല, അതായത് എനിക്ക് എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ, ഐ ഹാഡ് നെവർ ഇൻ മൈ ലൈഫ് സീൻ ഹിം ബിഫോർ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഡോക്ടർ നമ്മളോട് പറയണേ, ഐ ഹാവ് വാണ്ട് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ മിസ്റ്റർ ജോൺ പറയണേ, കുറേ വർഷങ്ങളായിട്ട് ഞാൻ താങ്കളുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഹി വെൻറ്റ് ഓൺ. എന്നിട്ട് അദ്ദേഹം പറച്ചിൽ തുടരുകയാണ്. അണ്ടർ ഇൻക്രീസിങ് സ്ട്രെസ്സ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സ്ട്രെസ്സ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറയുന്ന സമയത്ത്. ബട്ട് ഐ വാസ് നെവർ ഏബിൾ ടു ബ്രിങ് മൈസെൽഫ് ടു ഡു സോ. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാൻ താങ്കളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എനിക്ക് താങ്കളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ദെൻ ബെൻഡിങ് നിയർ. എന്നിട്ട് മിസ്റ്റർ ജോണൊന്നിങ്ങനെ കുനിഞ്ഞു. ഹി സ്പോക്ക് ഫ്യൂ വേർഡ്സ്. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ടെൻസിലി, ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഇൻ മൈ ഇയർ. എൻ്റെ ചെവിയിൽ മിസ്റ്റർ ജോൺ പതുക്കെ ഒന്നിങ്ങനെ സംസാരിച്ചു, എന്തൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു. അറ്റ് ദാറ്റ് സ്ലോലി ദ വെയിൽസ് പാർട്ടഡ്. പതുക്കെ വെയിൽസ് പാർട്ടഡ്. പതുക്കെ മുഖപടം മാറി എന്നാണ്. വെയിൽസ് പാർട്ടഡ് പറഞ്ഞാൽ മുഖപടം, ഒരു പാട, ഒരു മറ ഉണ്ടായിരുന്നു ഞങ്ങൾക്കിടയിലെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത മിസ്റ്റർ ജോണിനെ അറിയാം, പക്ഷേ നമ്മുടെ AJ ക്രോണിന് ഇദ്ദേഹത്തെ മനസ്സിലായിട്ടില്ല. സത്യത്തിൽ അവർ തമ്മിൽ എവിടേക്കോ ഒരു കണക്ഷൻ ഉണ്ട്, പക്ഷേ ഡോക്ടർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വെയിൽസ്, ആ ഒരു മുഖപടം പെട്ടെന്ന് തന്നെ ഇങ്ങനെ മാറാൻ തുടങ്ങി. മൈ തോട്ട്സ് സ്പ്രെഡ് ബാക്ക് ക്വാർട്ടർ ഓഫ് എ സെഞ്ച്വറി. 25 കൊല്ലം പിറകിലേക്ക് എൻ്റെ മനസ്സങ്ങോട്ട് പോയി. എൻ്റെ ഓർമ്മകൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം അടുത്തേക്ക് വന്നാണ്ട് ചെവിയിൽ ഇങ്ങനെ എന്തോ പറഞ്ഞപ്പോഴാണ് അടുത്തുനിന്ന് മുഖം കണ്ടത് നമ്മുടെ ഡോക്ടർ. ആ സമയത്ത് അദ്ദേഹത്തിന് ആളെ ഇങ്ങോട്ട് മനസ്സിലാവുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ ക്വാർട്ടർ ഓഫ് സെഞ്ച്വറി എന്ന് പറഞ്ഞാൽ 25 വർഷം പിറകിലോട്ട് പോയി. With a start, I remembered a sole occasion when I had seen the man before. ആ മനുഷ്യനെ ഡോക്ടർ നേരിട്ട് കണ്ട ആ ഏകാന്തമായ ആ ഒരു ഒറ്റപ്പെട്ട സന്ദർഭം നമ്മുടെ ഡോക്ടറുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നു. ഇനി 10ാമത്തെ പാരഗ്രാഫ്. ഐ വാസ് എ യങ് ഡോക്ടർ അറ്റ് ദ ടൈം. ആ സമയത്ത്, 25 കൊല്ലം മുമ്പുള്ള ആ സംഗതി. ഇനി ജോണും ഡോക്ടറും തമ്മിലുള്ള കണക്ഷനാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ഐ വാസ് എ യങ് ഡോക്ടർ അറ്റ് ദ ടൈം. ഞാൻ യുവാവായ, ചെറുപ്പക്കാരനായ ഒരു ഡോക്ടറായിരുന്നു ആ കാലഘട്ടത്തിൽ. ആൻഡ് ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് എ പ്രാക്ടീസ് ഇൻ വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്റ്റ് ഓഫ് ലണ്ടൻ. ലണ്ടനിലെ വർക്കിംഗ് ക്ലാസ് സൊസൈറ്റി ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഞാൻ എൻ്റെ ആ മെഡിസിനൊക്കെ പഠിച്ച് ആ ഡോക്ടറായിട്ടുള്ള പ്രാക്ടീസ് ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ലണ്ടനിലാണെന്ന് താമസിക്കുന്നത്.
ഓൺ എ ഫോഗി നവംബർ നൈറ്റ്, നവംബറിലെ മഞ്ഞുള്ള ഒരു രാത്രി, ടുവേർഡ്സ് 1 o'clock, സമയം ഏകദേശം 1 മണിയോടടുത്ത സമയമായിട്ടുണ്ട്. ഐ വാസ് അവേക്കൻഡ്, ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. രാത്രി 1 മണിക്കാണ് സംഭവം. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റു. ബൈ എ ലൗഡ് ബാങ്ങിങ് ഓൺ ദ ഡോർ. രാത്രി 1 മണിക്ക്, നല്ല ഫോഗുള്ള തണുപ്പുള്ള മഞ്ഞുള്ള നവംബറിലെ ഒരു രാത്രി 1 മണിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേറ്റു. ഐ ത്രൂ ഓൺ സം ക്ലോത്ത്സ്, ഞാൻ വലിച്ചു വാരി കുറച്ച് ഷർട്ട്, അതായത് ഞാൻ ഡ്രസ്സ് രാത്രി കിടക്കുന്ന വേഷത്തിലാണല്ലോ, അപ്പോൾ ചിലപ്പം ഷർട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കിട്ടിയ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ വാരി വലിച്ചിട്ടുണ്ടാണ് ത്രൂ ഓൺ എന്ന് പറഞ്ഞത്. അങ്ങനെ ഡ്രസ്സൊക്കെ വാരി വലിച്ച് ധരിച്ചിട്ട് വെൻറ്റ് ഡൗൺ സ്റ്റേഴ്സ്, അദ്ദേഹം മുകളിലാണ് കിടന്നിരുന്നത്, താഴേക്ക് പോയി. ആരാണ് അവിടെ വന്നിരിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഉറക്കത്തിൽ എഴുന്നേറ്റ് താഴേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോൾ എന്താ കണ്ടത്? ഇറ്റ് വാസ് എ സർജൻറ്റ് ഓഫ് പോലീസ്, ഒരു പോലീസ് കോൺസ്റ്റബിളാണ് അവിടെ വാതിൽക്കൽ നിൽക്കുന്നത്. ഇൻ ഡ്രിപ്പിംഗ് ഹെൽമെറ്റ്, അദ്ദേഹം ഒരു ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. ആ ഹെൽമെറ്റിൽ നിന്നും ഇങ്ങനെ തുള്ളികൾ ഉറ്റുന്നുണ്ടായിരുന്നു. എന്തിൻ്റെ തുള്ളിയായിരിക്കും? നല്ല മൂടൽ മഞ്ഞുണ്ടല്ലേ, മഞ്ഞിൻ്റെ കണങ്ങളിലാണ് അദ്ദേഹം. 1 മണിക്ക് നീച്ച് വരികക്കാരൻ പോലീസുകാരെന്തോ കാര്യം പറയാൻ വേണ്ടി വന്നിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വന്ന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റിൽ നിന്നും എന്തുണ്ട്, മഞ്ഞിൻ്റെ കണങ്ങൾ ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. ആൻഡ് എ കേപ്പ്, ഒരു തൊപ്പിയും അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. മിസ്റ്റ്ലി ഔട്ട്ലൈൻഡ്, മഞ്ഞിൻ്റെ ആ ഒരു ആവരണത്തിൽ ഒരു ഔട്ട്ലൈൻ വരച്ചതുപോലെ ഓൺ ദ ഡോർ സ്റ്റെപ്പ്, ആ വാതിൽപ്പടിയിൽ ഇങ്ങനെ രൂപം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപം കണ്ടാൽ അറിയാം അതൊരു പോലീസുകാരനാണ്. പോലീസുകാരുടെ ആ തൊപ്പിയും ജാക്കറ്റും ഹെൽമെറ്റൊക്കെ ധരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ എന്താണ്, വാതിൽക്കൽ ഒരു രൂപം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. A suicide case, he told me abruptly, in the lodging around the corner, had better come at once. അദ്ദേഹം എന്നെ കണ്ട ഉടനെ കൂടുതലൊന്നും പറഞ്ഞില്ല. ഒരു സൂയിസൈഡ് കേസ് ഉണ്ട്. എന്താ പറഞ്ഞത്? ഒരു സൂയിസൈഡ് കേസ് ഉണ്ട്. അബ്രപ്റ്റ്ലി ദ ലോഡ്ജിങ് അറൗണ്ട് ദ കോർണർ, ആ മൂലക്കലുള്ള ലോഡ്ജ് ഉണ്ടല്ലോ, ആ ലോഡ്ജിൽ ഒരാൾ സൂയിസൈഡ്, ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഐ ഹാഡ് ബെറ്റർ കം അറ്റ് വൺസ്, ഞാൻ ഇപ്പം തന്നെ വരുന്നതാണ് നല്ലത്. ഈ ഞാനാരാണ്? ഡോക്ടറോട് അദ്ദേഹം പറയാണ്. അപ്പോൾ ഡോക്ടർ നമ്മളോട് പറയുന്നത് കൊണ്ടാണ് അവിടെ ഐ എന്ന് ഉച്ചരിച്ചത് കേട്ടോ. ഐ ഹാഡ് ബെറ്റർ കം അറ്റ് വൺസ്, ഞാൻ ഇപ്പം തന്നെ ചെല്ലുന്നതാണ് നല്ലത്, ഉടനെ തന്നെ ചെല്ലുന്നതാണ് നല്ലത് എന്ന് ആ പോലീസുകാരൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ആരോ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ആ മൂലക്കൽ, ഒരു ലോഡ്ജിൽ. അപ്പോൾ അങ്ങോട്ട് ഞാൻ ഡോക്ടറാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നോട് ചെല്ലാൻ പറഞ്ഞത്. അങ്ങനെ ഇപ്പം തന്നെ വരുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ പുറത്തേക്ക് പോവുകയാണ്. വി വാക്ക്ഡ് ദ ഷോർട്ട് ഡിസ്റ്റൻസ് ഇൻ സൈലൻസ്, വളരെ നിശബ്ദമായിക്കൊണ്ട്, ചെറിയ അകലം പാലിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഈവൻ അവർ ഫുഡ് സ്റ്റെപ്സ്, എങ്ങനെയാണ് നടത്തുന്നറിയോ? ഞങ്ങളുടെ ഫുഡ് സ്റ്റെപ്സ്, കാലൊച്ചകൾ വരെ മഫിൾഡ് ബൈ ദ ഫോഗ്, ആ ഭയങ്കരമായ മൂടൽ മഞ്ഞിൽ, ആ മഞ്ഞിൻ്റെ കാഠിന്യം കൊണ്ട് ഞങ്ങളുടെ കാലൊച്ചകൾ, നമ്മൾ നടക്കുമ്പോൾ കാലൊച്ച കേൾക്കുമല്ലോ റോട്ടിലൂടെ പോകുമ്പോൾ, പക്ഷെ അതുവരെ മഫിൾഡ്, സൈലൻ്റായിപ്പോയി. ആ രീതിയിലാണ് ഞങ്ങൾ നടന്നിരുന്നത്. ആൻഡ് ടേൺ ടു എ നാരോ എൻട്രൻസ് ഓഫ് ആൻ ഓൾഡ് ബിൽഡിംഗ്, എന്നിട്ട് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ പഴയ ഒരു ബിൽഡിങ്ങിൻ്റെ ചെറിയൊരു ഇടനായിലേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു. ഒരു കവാടൻ്റെ എൻട്രൻസ്, അതിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു. ആസ് വി മൗണ്ടഡ്, എന്നിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി പോവാം. മൗണ്ടഡ് പറഞ്ഞാൽ എന്താണ്? പർവ്വതം കയറുന്നതിനൊക്കെയാണ് മൗണ്ടഡ് എന്ന് പറയുക. അവിടെ സ്റ്റെപ്പ് കയറി പോവുക. ആസ് വി മൗണ്ടഡ് ദ നാരോ ആസ് വി മൗണ്ടഡ് ദ ക്രീക്കിംഗ് സ്റ്റെയർ കേസ്. ക്രീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ പഴയ മരത്തിൻ്റെ കോണിയൊക്കെ ഉണ്ടാവില്ലേ, ഒരു മരത്തിൻ്റെ കയറുന്ന സമയത്തൊരു ശബ്ദം ഉണ്ടാവുമല്ലോ മരത്തിൻ്റെ കോണിയിലൊക്കെ, ഒരു ക്രീക്കിംഗ് ഇങ്ങനെ ആടികൊണ്ടുള്ളൊരു കോണിയാണ്, പഴയ കോണിയാണ് നടത്തം. അങ്ങനെ ആ പഴയ ആ കോണിപ്പടി കയറിയിട്ട് ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറി പോവാണ്. മൈ നോസ്ട്രിൽസ് വെയർ സ്റ്റങ്, പെട്ടെന്ന് എൻ്റെ മൂക്കിലേക്ക് വന്നിട്ടുണ്ട് ഇടിച്ചു, എൻ്റെ മൂക്കിലേക്ക് വന്നിട്ടൊരു സംഭവം കൂടി ഇടിച്ചു. ബൈ ദ സിക്ക് സീറ്റ് ഓർഡർ ഇലൂമിനേറ്റിംഗ് ഗ്യാസ്, ഗ്യാസ് തുറന്നിട്ട് ഇങ്ങനെ കത്തുന്ന, അതായത് പിന്നെ പുറത്തേക്ക് ഇങ്ങനെ സ്പിരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കുത്തുന്ന രൂക്ഷമായ ഗ്യാസിൻ്റെ ഗന്ധം എൻ്റെ മൂക്കിലേക്ക് വന്നിട്ട് കയറാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ആ കോണിപ്പടി കയറിയിട്ട് മുകളിലേക്ക് വന്നപ്പോൾ തന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? എൻ്റെ മൂക്കിലേക്ക് രൂക്ഷമായ ഗ്യാസിൻ്റെ ഗന്ധം, ആരോ ഒരാൾ ഗ്യാസും കുറ്റി ഒന്നായിട്ട് തുറന്നു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ രൂക്ഷമായ ഗന്ധം, എൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ഗന്ധത്തിനാണ് പറയുക, അതെൻ്റെ മൂക്കിലേക്ക് ഇങ്ങോട്ട് കയറി. ഓൺ ദ അപ്പർ സ്റ്റോറി the agitated landlady showed us to a bare little attic where, stretched on a narrow bed, lay the body of a young man. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി.
അപ്പോൾ രണ്ടാമത്തെ സ്റ്റോറി പറഞ്ഞാൽ എന്താണ്, രണ്ടാമത്തെ തട്ടിൽ രണ്ടാമത്തെ നിലയിൽ ദ അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി, അവിടെ അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ലാൻഡ് ലേഡി നിൽക്കുന്നുണ്ട്. അതായത് ആ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ലോഡ്ജിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള സ്ത്രീ, അതാണ് ലാൻഡ് ലേഡി, ആ ഉടമസ്ഥ. അവർ അജിറ്റേറ്റഡ് ആണ്, ആകെ പരിഭ്രാന്തിയായിട്ടാണ് നിൽക്കുന്നത്, ആകെ പേടിച്ചരണ്ട് നിൽക്കുക. അതിനാണ് അജിറ്റേറ്റഡ് എന്ന് പറയാം. അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി ഷോഡസ്, ഞങ്ങൾക്ക് കാണിച്ചു തന്നു, ടു എ ബെയർ, ആരുമില്ലാത്ത ശൂന്യമായ ലിറ്റിൽ, ചെറിയ ആറ്റിക് വെയർ, അതായത് ഒന്നുമില്ലാത്ത ശൂന്യമായ, ചെറിയ നല്ല ശൂന്യമായിട്ടുള്ള ഒരു ആറ്റിക്. ആറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മൂലയോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ ഒരു റൂമിനാണെന്ന് പറയാം ആറ്റിക് എന്ന് പറയാം. അങ്ങനത്തെ ഒരു ചെറിയ റൂം ഞങ്ങൾക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു തന്നു. അവിടെ ആരും കാണുന്നൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ നോക്കുന്ന സമയത്തുണ്ട് സ്ട്രെച്ച്ഡ് ഓൺ എ നാരോ ബെഡ്, ഒരു ചെറിയ ഇടുങ്ങിയ ബെഡ് അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ മേലെ ലേ ദ ബോഡി ഓഫ് എ യങ് മാൻ, ഒരു യുവാവായ ഒരു ചെറുപ്പക്കാരൻ്റെ ബോഡി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അല്ലേ, മരിച്ചോ ജീവനുണ്ടോയെന്ന് അറിയില്ല, അതുകൊണ്ടാണ് അവിടെ ബോഡി, ശരീരം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു യുവാവ് കിടക്കുന്നുണ്ടെന്നേ പറയൂ, പക്ഷെ ഇവിടെ യുവാവ് എന്നല്ല പറഞ്ഞത്. ലേ ദ ബോഡി ഓഫ് എ യങ് മാൻ, ഒരു യുവാവായ ചെറുപ്പക്കാരൻ്റെ ശരീരം അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി ജീവൻ ഉണ്ടെങ്കിൽ അതൊരു മനുഷ്യനാണെന്ന് പറയാം, അല്ലേ, ഒരു ആളാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ബോഡി തന്നെയല്ലേ പറയാം, ശവം എന്നാണല്ലോ പറയാം. ഓക്കെ, അപ്പോൾ ഒരു ബോഡി, ഒരാളുടെ ശരീരം അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓൾദോ അപ്പാരൻ്റ്ലി ലൈഫ്ലെസ്, ഓൾദോ അപ്പാരൻ്റ്ലി ലൈഫ്ലെസ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ തികച്ചും ജീവനില്ലാത്തതുപോലെ. കണ്ടാൽ എന്താണ്, തീർത്തും പറയാൻ പറ്റും നമുക്ക് എന്ത്, ആ ശരീരത്തിന് ജീവനില്ല, ആ രീതിയിലാണ് അതിങ്ങനെ കിടക്കുന്നത്. കണ്ടാൽ തോന്നും മരിച്ചു പോയിട്ടുണ്ട് തോന്നും, ആ രീതിയിലുള്ള ഒരു ശരീരം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ദെയർ റിമൈൻഡ് ദ ബെയറസ്റ്റ് ചാൻസ് ദാറ്റ് ദ യൂത്ത് വാസ് നോട്ട് ക്വൈറ്റ് ബിയോണ്ട് റീകാൾ. അദ്ദേഹം നമ്മളോട് പറയണേ, എ ജെ ക്രോണി നമ്മളോട് പറയണേ, അങ്ങനെ അവർ അദ്ദേഹത്തെ പോയി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ദെയർ റിമൈൻഡ് ദ ബെയറസ്റ്റ് ചാൻസ്, വളരെ തുച്ഛമായ, വിരളമായ, ഒട്ടും പ്രതീക്ഷയില്ലാത്ത, ചാൻസിനില്ലാത്തൊരു സാഹചര്യമായിരുന്നു. എന്തിന്, ദ യൂത്ത് വാസ് നോട്ട് ക്വൈറ്റ് ബിയോണ്ട് റീകാൾ, ആ കിടക്കുന്ന യുവാവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അദ്ദേഹത്തിന് ശ്വാസം തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നതിന് വളരെ വിരളമായ, വളരെ എന്താ പറയുക, വളരെ കുറഞ്ഞ ചാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രതീക്ഷയില്ലായിരുന്നു, അതെന്തായാലും മരിച്ചു പോകുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഡോക്ടറും പോലീസുകാരനും അദ്ദേഹത്തെ കാണുന്ന സമയത്ത്. വിത്ത് ദ സർജൻസ് ഹെൽപ്പ്, അങ്ങനെ ആ പോലീസ് കോൺസ്റ്റബിളിൻ്റെ സഹായത്തോടു കൂടി ഐ ബിഗാൻ ദ വർക്ക് ഓഫ് റിസസിറ്റേഷൻ, ഞാൻ എന്ത് ചെയ്തു, ബിഗാൻ ദ വർക്ക് ഓഫ് റിസസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസമൊക്കെ നിലച്ചു പോയ, ഷോക്ക് അടിച്ചിട്ടോ അങ്ങനെയൊക്കെ ശ്വാസം നിലച്ചു പോയ ആളുകൾക്ക് ആ ഒരു ശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യൂലേ, ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാറില്ല, നെഞ്ഞത്ത് ഇങ്ങനെ ഇടിച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ അതൊന്ന് വീണ്ടും അവരെ കൊണ്ട് ശ്വാസം എടുപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും. അതിനാണെന്ന് പറയാം റീസസിറ്റേഷൻ. ആ പ്രവർത്തനം ചെയ്യാൻ തുടങ്ങി ആരുടെ സഹായത്തോടു കൂടി, നമ്മുടെ കോൺസ്റ്റബിളിൻ്റെ സഹായത്തോടു കൂടി. ഫോർ ആൻ എൻറ്റയർ ഹവർ, ഒരു മണിക്കൂറോളം, ഒരു മണിക്കൂർ മൊത്തം വി ലേബേർഡ് വിത്തൗട്ട് സക്സസ്, ഒരു വിജയവുമില്ലാതെ, ഒരു പുരോഗതിയില്ലാതെ, ലേബേർഡ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തു, ജോലി ചെയ്തു എന്നൊക്കെയാണ്, തൊഴിൽ ചെയ്തു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൽ ഒരു മണിക്കൂറോളം ഞങ്ങൾ ആ ശ്വാസം കിട്ടാൻ വേണ്ടി, ജീവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പണിയെടുത്തു. പക്ഷേ വിത്തൗട്ട് സക്സസ്, ഒരു വിജയം ഉണ്ടായില്ല. ഡിസ്പൈറ്റ് അവർ മോസ്റ്റ് സ്ട്രെനസ് എക്സർഷൻ, സ്ട്രെനസ് എക്സർഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പരിശ്രമം, അങ്ങേയറ്റത്തിലുള്ള ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഞങ്ങളുടെ കഠിനമായ പരിശ്രമം ഉണ്ടായിട്ട് പോലും എന്തായില്ല, ഇറ്റ് അപ്പിയർഡ് യൂസ്ലെസ്, അതൊന്നും ഒരു ഉപകാരമില്ലാത്ത പോലെ. ഞങ്ങൾ വളരെ കഠിനമായിട്ട് വിയർത്തൊലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ ശ്വാസം തിരിച്ചു കൊടുക്കാൻ വേണ്ടി സ്ട്രെനസ് എക്സർഷൻ, അങ്ങേയറ്റത്തിലുള്ള പരിശ്രമം ഞങ്ങൾ നടത്തി നോക്കി. പക്ഷേ ഇറ്റ് അപ്പിയർഡ് യൂസ്ലെസ്, അതൊന്നും പരിശ്രമം വിജയിച്ചില്ല എന്നാണ് ഞങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുമാത്രമല്ല, ദെൻ ആസ് വി വെയർ എബൌട്ട് ടു ഗീവ് അപ്പ്, അങ്ങനെ അവസാനം ഇനി നടക്കൂല, അദ്ദേഹം മരിച്ചിട്ടുണ്ടാവും, ഇനി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂല എന്നുള്ള രീതിയിൽ എബൌട്ട് ടു ഗീവ് അപ്പ്, ഞങ്ങൾ ഉപേക്ഷിക്കാൻ, അതായത് പരിശ്രമം ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്, ഞങ്ങൾ രണ്ടുപേരും അങ്ങേയറ്റം എക്സോസ്റ്റഡ്, തളർന്നിരുന്നു. ദർ ബ്രോക്ക് ഫ്രം പേഷ്യൻസ് സ്വാലോ, പെട്ടെന്ന് തന്നെ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കണ്ടനാളത്തിൽ നിന്നും പെട്ടെന്നൊരു പൊട്ടിപ്പുറപ്പാടുണ്ടായി. എന്ത്, ഒരു കൺവൾസീവ് ഗ്യാസ്പ്, എന്താ ഇടവിട്ട് നിർത്താതെ ചുമക്കണീനാണ് എന്ത് പറയാം, കൺവൾസീവ് ഗ്യാസ്പ് എന്ന് പറയാം. അതായത് പെട്ടെന്ന് നമ്മൾ ശ്വാസമൊക്കെ പോയിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ടുണ്ട് വിടുമ്പോൾ ഒന്നായിട്ട് വരുമല്ലേ, ആ ഒരു വിടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒന്നായിട്ട് വരുമല്ലോ, നമുക്ക് ആ ഒരു കിതപ്പ് ഒന്നായിട്ട് വരും. അങ്ങനത്തെ കൺവൾസീവ് ആയിട്ടുള്ള ഒരു കിതപ്പ്, ഒരു ചുമയൊക്കെ പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിൽ നിന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആളെന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഹാഫ് ആൻ അവർ
ഹാഫ് ആൻ അവർ ഓഫ് റീഡബിൾഡ് എഫർട്ട്. അങ്ങനെ ഞങ്ങൾ നേരത്തെ പണിയെടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് ഞങ്ങൾ കഠിനാധ്വാനം വീണ്ടും അരമണിക്കൂറും കൂടി ചെയ്തു. ആൻഡ് വി ഹാഡ് ദ യൂത്ത് സിറ്റിംഗ് അപ്പ്. അങ്ങനെ ഞങ്ങൾ ആ യുവാവിനെ സിറ്റിംഗ് അപ്പ് ഇരുത്താനുള്ള ഒരു സാഹചര്യത്തിൽ വരെ എത്തി. അങ്ങനെ അദ്ദേഹത്തിന് ശ്വാസമൊക്കെ തിരിച്ചു കിട്ടി. അദ്ദേഹത്തിന് ഒരു കസേരയിൽ ഇങ്ങനെ ഇരുത്താൻ പറ്റുന്നൊരവസ്ഥയിലൊക്കെ ഞങ്ങൾ എത്തി. ഗെയ്സിങ് അറ്റ് അസ് ഡേയ്സ്ഡിലി. അപ്പോൾ ഈ യുവാവ് ഞങ്ങളങ്ങനെ അന്തം വിട്ടാണ്ട് ഇങ്ങനെ നോക്കുക ഞങ്ങളുടെ മുഖത്തേക്ക്. മരിച്ചു ചെന്നിട്ട് സ്വർഗത്തിലാണോ യമപുരിയിലാണോ നിൽക്കുന്നത്, അതോ ഓൺ ദ വേലാണോ നിൽക്കുന്നതെന്ന് അറിയാതെ, ഞാൻ മരിച്ചൊക്കെ തന്നെയാണോ, അത് ജീവനുണ്ടോ, സ്വർഗത്തിലാണോ നരകത്തിലാണോ ഇപ്പോൾ എത്തിക്കണതെന്ന് അറിയാത്ത രീതിയിൽ അദ്ദേഹം ഞങ്ങളിങ്ങനെ നോക്കി. സ്ലോലി ഹീ സീംഡ് ടു ബി റിയലൈസിങ്. പെട്ടെന്ന് തന്നെ പതുക്കെ അദ്ദേഹം എന്ത് ചെയ്തു, തിരിച്ചറിയാൻ തുടങ്ങി ദ ഹൊറർ ഓഫ് ഹിസ് സിറ്റുവേഷൻ. അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിൻ്റെ ആ ഒരു തീവ്രത, ആ ഒരു ഭയാനകത അദ്ദേഹം തിരിച്ചറിയാൻ തുടങ്ങി. മരിച്ചിട്ടില്ല, ഭൂമിയിൽ തന്നെയാണ്. ആത്മഹത്യക്ക് ശ്രമിച്ച ആളാണെങ്കിൽ എന്തായാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരിക്കുമല്ലോ ശ്രമിച്ചിട്ടുണ്ടാകുക. പിന്നെയാണ് മനസ്സിലായത് മരിച്ചിട്ടൊന്നുമില്ല, കുടുങ്ങി അല്ലേ. കാരണം എന്താ, അപ്പോൾ അത് 1 ലക്ഷം റുപ്യ കടം വാങ്ങിയ ആൾ കടം കാരണം ആത്മഹത്യക്ക് ശ്രമിച്ചതാണെങ്കിൽ വീണ്ടും മരിച്ചിട്ടില്ല പറയുമ്പോൾ പിന്നെ പേടിയായി, എന്താ ജീവൻ കിട്ടി, അപ്പം ഇനി എന്തായാലും 1 ലക്ഷം റുപ്യ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെയല്ല കേട്ടോ ഇവിടെ. ഏതായാലും അദ്ദേഹം ഇങ്ങനെ ആ ഒരു സാഹചര്യത്തിൻ്റെ ആ ഒരു തീവ്രത, ആ ഒരു ഭയാനകത തിരിച്ചറിയാൻ തുടങ്ങി. ആസ് ഹി റീഗെയിൻഡ് ഹിസ് സ്ട്രെങ്ത് ഹി ടോൾഡ് അസ് ഹിസ് സ്റ്റോറി. അങ്ങനെ അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ ഇരുത്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത്തും ശ്വാസമൊക്കെ നേരെ വീണ് അദ്ദേഹം ഒന്ന് റിലാക്സ് ആയതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഹി ടോൾഡ് അസ് ഹിസ് സ്റ്റോറി. അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ഹിസ് പാരൻസ് വേർ ഡെഡ്. അവൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടിരുന്നു. ആൻഡ് അങ്കിൾ ഹാഡ് ഫൗണ്ട് ഹിം എ പൊസിഷൻ ആസ് എ ക്ലർക്ക് ഇൻ എ ലണ്ടൻ സോളിസിറ്റേഴ്സ് ഓഫീസ്. സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ വക്കീലാണ്. അപ്പോൾ ലണ്ടനിലുള്ള ഒരു വക്കീലിൻ്റെ ഓഫീസിൽ ക്ലർക്കിൻ്റെ പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഈ യുവാവിന് ജോലി വാങ്ങിക്കൊടുത്തു. അച്ഛനും അമ്മയും മരിച്ചു, പിന്നെ അമ്മാവനാണ് നോക്കിയത്. അമ്മാവൻ എന്ത് ചെയ്തു, ലണ്ടനിലെ ഒരു വക്കീലിൻ്റെ ഓഫീസിൽ ക്ലർക്കായിട്ട് നമ്മുടെ ഈ യുവാവിന് ജോലി വാങ്ങിക്കൊടുത്തു. ഹി ഹാഡ് ബീൻ ഇൻ ദ സിറ്റി ഓൺലി 6 months. ആ യുവാവ് ലണ്ടൻ സിറ്റിയിൽ വന്നിട്ട് വെറും 6 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം വന്നു, അമ്മാവൻ്റെ അടുത്തേക്ക് വന്നു, അമ്മാവൻ ജോലി വാങ്ങിക്കൊടുത്തു. അങ്ങനെ 6 മാസത്തോളമാണ് അദ്ദേഹം ലണ്ടനിൽ ആകെ എത്തിയിട്ടായിട്ടുള്ളൂ. അട്ടർലി ഫ്രണ്ട്ലെസ്. പക്ഷെ എന്താണ്, തീർത്തും സുഹൃത്തുക്കളൊന്നുമില്ലാത്ത, നല്ല കമ്പാനിയൻസൊന്നും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഈ ഹാഡ് ഫാളൻ വിക്ടിം. പക്ഷേ അദ്ദേഹം ഇരയായി മാറി. ഫാളൻ വിക്ടിം ടു ദ ലൂസ് സൊസൈറ്റി ഓഫ് ദ സ്ട്രീറ്റ്. തെരുവിലെ കുത്തഴിഞ്ഞു പോയിട്ടുള്ള, ആകെ തല തിരിഞ്ഞു പോയിട്ടുള്ള, അല്ലേ, കഞ്ചാവൊക്കെ അടിച്ച് പിന്നെ ആകെ മത്ത് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനത്തെ കുതിര കളിക്കുന്ന ആ ഒരു കൂട്ടത്തിലായി മാറി ആര്, നമ്മുടെ ഈ യുവാവ്. അദ്ദേഹത്തിന് പെട്ടെന്ന് കമ്പനിയാക്കാൻ കിട്ടിയത് ഇങ്ങനത്തെ ആളുകളൊക്കെയാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹം കൂടി. പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹാഡ് മെയ്ഡ് ബാഡ് കമ്പാനിയൻസ്. ഒരുപാട് മോശപ്പെട്ട സുഹൃത്തുക്കൾ ഈ 6 മാസം കൊണ്ട് തന്നെ ഈ യുവാവിനുണ്ടായി. ആൻഡ് ലൈക്ക് എ യങ് ഫൂൾ. സാധാരണ യുവാവായിട്ടുള്ള ഒരു വിഡ്ഢിയെ, മറ്റു യുവാക്കളെയൊക്കെ പോലെ തന്നെ ആ കൂട്ടത്തിൽപ്പെട്ട മറ്റുള്ള വിഡ്ഢികളെപ്പോലെ ഒരു വിഡ്ഢിയായിട്ട് അവൻ മാറി. ഭയങ്കര ഈഗറായിരുന്നു, ജിജ്ഞാസയായിരുന്നു അവനെന്തിനെ, ടു ടേസ്റ്റ് പ്ലഷർ ഫാർ ബിയോണ്ട് ഹിസ് മീൻസ്. തൻ്റെ, നമ്മൾ പറയില്ലേ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവും. അദ്ദേഹത്തിന് ഒരു വക്കീലിൻ്റെ ഓഫീസിൽ ഗുമസ്തനായിട്ട്, ഒരു ക്ലർക്കായിട്ടുള്ള കുറഞ്ഞ ശമ്പളത്തിൻ്റെ ജോലിയുള്ളൂ. പക്ഷേ തെരുവിലെ കുത്തഴിഞ്ഞ യുവാക്കളുടെ കമ്പാനിയനായതോടുകൂടി അവൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കൊക്കിലൊതുങ്ങുന്നതിന് ഫാർ ബിയോണ്ട് ഹിസ് മീൻസ്, തൻ്റെ കഴിവിനും പരിമിതികൾക്കും അപ്പുറത്തുള്ള ആഗ്രഹങ്ങളും സംഗതികളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ അതിന് കൂടുതൽ പണം വേണ്ടി വരും, തൻ്റെ ശമ്പളത്തിൽ അത് ഉണ്ടാവില്ല. അങ്ങനെ ഹാഡ് ബിഗാൻ ടു ബെറ്റ് ഓൺ ഹോഴ്സസ്. കുതിരപ്പന്തയം വെക്കാൻ തുടങ്ങി. ബെറ്റ് ഓൺ ഹോഴ്സസ് എന്ന് പറഞ്ഞാൽ കുതിരപ്പന്തയം, വാതുവെപ്പ് എന്നൊക്കെ പറയില്ല, നമ്മൾ ചൂതാട്ടം എന്നൊക്കെ പറയില്ല, അതിൻ്റെയൊക്കെ ഒരു വേർഷനാണ്. കുതിരപ്പന്തയം വെക്കാൻ തുടങ്ങി. സൂൺ ഹി ഹാഡ് ലോസ്റ്റ് ഓൾ ഹിസ് സ്മോൾ സേവിങ്സ്. 6 മാസം കൊണ്ട് അദ്ദേഹം വക്കീലിൻ്റെ ഓഫീസിൽ നിന്നും ഉണ്ടാക്കി വെച്ച് സ്വരൂപിച്ച ആ ശമ്പളവും പൈസയൊക്കെ അദ്ദേഹം ഇങ്ങനെ കുതിരപ്പന്തയം വെച്ച് നശിപ്പിച്ച് കളഞ്ഞു. ഹാഡ് പ്ലഡ്ജഡ്. അങ്ങനെ ബാധ്യസ്ഥനായി. പ്ലഡ്ജർ ഇങ്ങനെ പ്രതിജ്ഞ വെച്ചു എന്നല്ല, പ്രതിജ്ഞാബദ്ധനായി, ബാധ്യസ്ഥനായി. എന്തിന്, ഹിസ് ബിലോങ്ങിങ്സ് ആൻഡ് ഓൾഡ് ദ ബുക്ക് മേക്കർ എ ഡിസാസ്ട്രസ് എമൗണ്ട്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ദുരന്തം എന്നാണ് ശരിക്ക്. ഇത് ഡിസാസ്ട്രസ് എമൗണ്ട് പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത അത്രയും ബാധ്യതയുള്ള അത്രയും വലിയൊരു എമൗണ്ട്, അതായത് തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതിലും വലിയൊരു എമൗണ്ട് ബുക്ക് മേക്കർ ഉണ്ട്. അവിടെ ഒരു ബുക്ക് സ്റ്റാളൊക്കെ ഉള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങി. എന്തിന്,
കുതിരപ്പന്തയം വെച്ചിട്ട് ഉണ്ടായിരുന്ന സ്വത്തൊക്കെ പോയി, പിന്നെ കടമായി. ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ബുക്ക് മേക്കറുടെ കയ്യിൽ നിന്നും വലിയൊരു എമൗണ്ട് അദ്ദേഹം കടം വാങ്ങി. പക്ഷേ അദ്ദേഹം കടം വാങ്ങിയത് കടം വീട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ഇൻ ആൻ എഫർട്ട് ടു റീകൗപ്പ്, എന്തിനാണ്, നഷ്ടം നികത്തുക. റീകോപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും നഷ്ടം നികത്തുന്നതിന് പറയുക, തനിക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ നികത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കടം വാങ്ങിയത്. ഈ ഹാഡ് ടേക്കൺ സം ഓഫ് മണി ഫ്രം ദ ഓഫീസ് സേഫ് ഫോർ എ ഫൈനൽ ഗാമ്പിൾ. പക്ഷേ ബുക്ക് മേക്കറുടെ കയ്യിൽ നിന്നും കടം വാങ്ങി, ഇനി ആ കടം വീട്ടണ്ടേ, ആ കടം വീട്ടാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, ആ പൈസയും പോയിരുന്നു. അപ്പോൾ ഈ ബുക്ക് മേക്കറുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടാണ് അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു, ആ കുതിരപ്പന്തയത്തിന് പോയത്. അപ്പോൾ അതും പൈസ പോയിട്ടുണ്ടാകും. പക്ഷേ ഇനി എന്ത് ചെയ്യുക, അവസാനം ഒരു അടിച്ചുമാറ്റൽ, ചെറിയൊരു അടിച്ചുമാറ്റൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ കട്ടെടുത്തിട്ടൊന്നുമില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ, അങ്ങനെ സിമ്പിളായിട്ട് പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ ഓഫീസിൽ നിന്നും, തൻ്റെ പിന്നെ മുതലാളിയുടെ വക്കീലിൻ്റെ ഓഫീസിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്തു, ഹാഡ് ടേക്കൺ സം ഓഫ് മണി, കുറച്ച് പൈസ അദ്ദേഹം എടുത്തു ഫ്രം ദ ഓഫീസ് സേഫ്, ഓഫീസിലെ അലമാറയിൽ നിന്നും, ഫോർ എ ഫൈനൽ ഗാമ്പിൾ, ഒരു അവസാനമായിട്ടൊരു പരിശ്രമം നിലനിൽക്ക് ഗാമ്പിൾ ചെയ്യാൻ വേണ്ടി, പന്തയം വെക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ചൂതാട്ടം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പൈസ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തു. ദാറ്റ് ഹി വാസ് അഷ്വേർഡ് വാസ് സെർട്ടൈൻ ടു വിൻ, അദ്ദേഹം ഉറപ്പായിരുന്നു എന്തായാലും ജയിക്കും എന്നുള്ള ഒരു ഉറപ്പ് ആയതുകൊണ്ടാണ് അദ്ദേഹം ആ പൈസ എടുത്തത്. ബട്ട് ദിസ് ലാസ്റ്റ് റിസോർട്ട് ഹാഡ് ഫെയിൽഡ്, പക്ഷേ അവസാനത്തെ ഈ ഒരു പരിശ്രമം ഫെയിൽഡ് ആയിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഇനിയും അടുത്തതിൽ കിട്ടും, അല്ലെങ്കിൽ ഇത് ലാസ്റ്റാണ്, ഇതിൽ ഞാൻ എന്തായാലും നഷ്ടപ്പെട്ട പൈസയൊക്കെ തിരിച്ചെടുക്കും എന്ന് എഴുതിയിട്ടാണ് വീണ്ടും ഗ്യാമ്പിളിങ്ങിനും ചൂതാട്ടത്തിനൊക്കെ പോയത്. പക്ഷേ അതും ഫെയിൽഡ് ആയിപ്പോയി. അങ്ങനെ ഫെയിൽഡായ ഒരാളെ മാനസികാവസ്ഥ എന്തായിരിക്കും, ഇനി ഒന്നും എടുക്കാനില്ല, തൻ്റെ ഉണ്ടായിരുന്ന പൈസയൊക്കെ പോയി, തൻ്റെ കയ്യിലുണ്ടായിരുന്നത് പോയി, പിന്നെ ബുക്ക് മേക്കറുടെ കയ്യിൽ നിന്നും വലിയൊരു എമൗണ്ട് വാങ്ങിയിട്ട് വീണ്ടും ചൂതാട്ടത്തിന് പോയി, അതും നഷ്ടപ്പെട്ടു. പിന്നെ തൻ്റെ വക്കീലറിയാതെ ഓഫീസിൽ നിന്നും അടിച്ചു മാറ്റിയ ആ എമൗണ്ട് അതും കൊണ്ടുപോയി നശിപ്പിച്ചു. ടെറിഫൈഡ് ഓഫ് ദി പ്രോസിക്യൂഷൻ, എന്താ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ വിചാരണ. ഇനി എന്തായാലും വക്കീലിൻ്റെ ഓഫീസിൽ നിന്ന് പൈസ പോയി എന്ന് അറിഞ്ഞാൽ അത് ആരാ മോഷ്ടിച്ചതെന്ന് പോലീസുകാർ അന്വേഷിക്കാൻ വരും, അപ്പോൾ ജയിലിലാകും, കോടതിയിലാകും ഒക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് പ്രോസിക്യൂഷൻ. വിചാരണ പേടിച്ചപ്പോൾ ദാറ്റ് മസ്റ്റ് ഫോളോ ദ സിക്ക് അറ്റ് ഹെർട്ട്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു പ്രയാസം, അദ്ദേഹം ഉള്ളിലൊരു ഭയങ്കര ഒരു പേടിയും വെപ്രാളവും ഒരു അസുഖമുള്ള പോലെ ആയി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. സങ്ക് ഇൻ ഡെസ്പെയർ, വല്ലാത്ത രീതിയിലുള്ള ഒരു നിരാശയിലേക്ക് അദ്ദേഹം പോയി. ഹി ഹാഡ് ഷട്ട് ഹിംസെൽഫ് ഇൻ ഹിസ് റൂം, അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങാതെ പിന്നെ റൂമിൽ തന്നെ വാതിലടച്ചിരിപ്പായി. ഹാൻഡ് ടേൺഡ് ഓൺ ദ ഗ്യാസ്, അവസാനം ഒന്നും നോക്കിയില്ല, ഒറ്റ പൊട്ടിച്ചാൽ ആ ഗ്യാസും കുറ്റി അല്ലേ, ആ ഫോട്ടോയിൽ കാണുന്ന ഗ്യാസ് അല്ലേ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ആ പൈസ തൻ്റെ വക്കീലിൻ്റെ ഓഫീസിൽ നിന്ന് എടുത്തു, അതൊന്നും തിരിച്ചടക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ പിന്നെ കോടതിയെക്കുറിച്ച് ചിന്തിച്ചു, പോലീസുകാർ വരും, ജയിലിലിടും എന്നൊക്കെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഭയങ്കര വേദന ഉണ്ടായി, ഭയങ്കര ഡെസ്പയർ, നിരാശയിലേക്ക് അദ്ദേഹം കൂപ്പുകുത്തി വീണു. റൂമിൻ്റെ ഉള്ളിൽ ഷട്ട് ഹിംസെൽഫ്, അടച്ച് വാതിൽ പൂട്ടിയിരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആ ഗ്യാസിലേക്ക് തിരിഞ്ഞു. അങ്ങനെയാണ് ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ വന്നപ്പോൾ അവിടെ കണ്ടത്. A long bar of silence troubled in the little attic when he concluded his halting confession. എന്താ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആര് പറയാണ്, മിസ്റ്റർ ജോൺ. അതായത് നമ്മുടെ ആത്മഹത്യക്ക് ശ്രമിച്ച അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം തൻ്റെ കഥ പറഞ്ഞു കൊടുത്താണല്ലോ ഡോക്ടർക്കും സർജൻറ്റിനും, പിന്നെ ആ ലാൻഡ് ലേഡിയും അവിടെ നിൽക്കുന്ന സമയത്ത് അവർക്ക് തൻ്റെ കഥ അദ്ദേഹം പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഇടയിൽ ഒരു ലോങ് സൈലൻസ്, ആരൊന്നും മിണ്ടുന്നില്ല, വല്ലാത്തൊരു സംഭവമാണല്ലോ കേട്ടതില്ലേ. പെട്ടെന്ന് തന്നെ ഹി കൺക്ലൂഡ് ഹിസ് ഹാൾട്ടിങ് കൺഫെഷൻ, നിർത്തിയിട്ട് അദ്ദേഹം തൻ്റെ കൺഫെഷൻ അങ്ങോട്ട് അവസാനിപ്പിച്ചു. എന്താ Then gruffly the surgeon asked how much he had stolen. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ പോലീസുകാരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അവർക്ക് മോഷണം കേസ് എന്നൊക്കെ കേട്ടാൽ പിന്നെ ചോര തിളക്കുമല്ലോ. അങ്ങനെ ഈ പോലീസുകാരും ചെറുതായിട്ട് ചോരയൊന്ന് തിളച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വളരെ ഗ്രഫ്ലി, കുറച്ച് പരുഷത്തോട് കൂടിയിട്ട് അദ്ദേഹം ചോദിച്ചു, ദ സർജൻ ആസ്ക്ഡ് ഹൗ മച്ച് ഹി ഹാഡ് സ്റ്റോളൻ, എന്നിട്ട് എത്ര രൂപയാണ് നീ മോഷ്ടിച്ചത് അല്ലേ, എത്ര രൂപയാണ് നീ മോഷ്ടിച്ചത്, കുറച്ച് കാര്യഗൗരവത്തിൽ തന്നെ അദ്ദേഹം ചോദിച്ചത്. മോഷണമാണല്ലോ അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു 7 pounds 10 shillings. എത്രയാണ്, 7 pound 10 shillings. വളരെ തുച്ഛമായിട്ടുള്ള, അവിടുത്തെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായൊരു സംഖ്യയാണത്. നമ്മളൊരു 50 രൂപ അല്ലെ, 50 രൂപ എന്നൊക്കെ പറയുന്ന പോലെയാണ് അവർക്ക് അത്. 10 pound 50 രൂപയൊന്നുമല്ല, ഇവിടെ 1 പൗണ്ടിന് 80 രൂപയോളം ഉണ്ട് കേട്ടോ, ഞാൻ ഈ സാഹചര്യത്തിൽ പറയാണ്. അപ്പോൾ 7 pounds 10 shillings ആണ് അദ്ദേഹം എടുത്തതെന്ന് പറഞ്ഞു.
അത് കേട്ടപ്പോൾ ദ ആൻസർ സൗണ്ടഡ് പിറ്റിഫുൾ. ആ ഉത്തരം കേട്ടപ്പോൾ വളരെ ദയ തോന്നി എല്ലാവർക്കും. മോഷ്ടിച്ചതാണ്, പക്ഷെ എന്നാലും ദയ തോന്നിപ്പോയി. കാരണം എന്താ, ഫോർ ദിസ് പാൾട്രീസം, വളരെ തുച്ഛമായ ഈ പൈസക്ക് വേണ്ടിയിട്ട് ഹി ഹാഡ് ഓൾമോസ്റ്റ് ത്രോൺ എവേ ഹിസ് ലൈഫ്, തൻ്റെ ജീവിതം തന്നെ വലിച്ചെറിയാൻ തീരുമാനിച്ചു. എന്താ, വളരെ പാൾട്രിയാണ്, ഒന്നിനും തികയാത്ത ഒരു ചായ പൈസ എന്ന് പറയില്ല, നമ്മൾ ചായ കുടിക്കാനുള്ള ക്യാഷ്, ആ ക്യാഷിന് വേണ്ടിയിട്ട് അദ്ദേഹം മോഷണം നടത്തി. അതിൻ്റെ പേരിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. വളരെ വിഡ്ഢിത്തരം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു 50 രൂപ മോഷ്ടിച്ചിട്ട് ആ ഭക്ഷണം വാങ്ങി കഴിച്ചു. എന്നിട്ട് ആ 50 രൂപ തിരിച്ച് അവിടെ കൊണ്ടുപോയി വെക്കാനില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതാരെങ്കിലും അറിയുമോ എന്നോ, അല്ലെങ്കിൽ അതാരെങ്കിലും അറിഞ്ഞാൽ തന്നെ കേസാവുമോ, മാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കാരണം ഒരു 50 രൂപയുടെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ. അതേപോലെ ഇദ്ദേഹം 7 പൗണ്ടും 10 ഷില്ലിങ്ങുമാണ് അവിടെ നിന്ന് എടുത്തതെന്ന് അറിഞ്ഞപ്പോൾ അവിടെ കൂടിയ 3 ആൾക്കും വളരെ ദയ അദ്ദേഹത്തോട് തോന്നി. പാവല്ലേ എന്ന് തോന്നിപ്പോയി. ദെയർ വാസ് എ പോസ്. അവിടെ ഒരു നിർത്തൽ, ആരൊന്നും പറയുന്നില്ല, ഒരു പോസ് അവിടെ അങ്ങനെ ഉണ്ടായി. ദ 3 of us, ഞങ്ങൾ 3 ആളും, ആരൊക്കെയാണത്? ദ സെർജൻറ്റ്, പോലീസുകാരൻ, ദ ലാൻഡ് ലേഡി, ആ ലോഡ്ജിൻ്റെ ഉടമക്കാരത്തി, ആൻഡ് മീ, പിന്നെ ഡോക്ടറായ നമ്മുടെ AJ ക്രോണി പറയാണ്, പിന്നെ ഞാനും. ആസ് ദ സോൾ വിറ്റ്നസ് ഓഫ് ദ നിയർ ട്രാജഡി, ഈ ദുരന്തത്തിൻ്റെ ആകെയുള്ള സാക്ഷികൾ ആരൊക്കെയാണ് ഇപ്പോൾ? ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, അതിൻ്റെ ചരിത്രം കേട്ടു, സംഭവിച്ചതൊക്കെ അറിഞ്ഞത് ഈ 3 ആൾ മാത്രമാണ്. AJ ക്രോണിനെ അറിഞ്ഞു, പോലീസുകാരൻ അറിഞ്ഞു, അവിടെയുള്ള ഉടമസ്ഥയായിട്ടുള്ള ആ സ്ത്രീയും അറിഞ്ഞു. ഈ 3 ആൾ മാത്രമാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത്. ഹാഡ് ദ സെയിം അൺസ്പോക്കൺ തോട്ട് ഇൻ അവർ മൈൻഡ്സ്, ഞങ്ങളുടെ 3 ആളുടെ മനസ്സിലും ഒരു അൺസ്പോക്കൺ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത ഒരു ചിന്ത വന്നു, ഒരേപോലത്തെ ഒരു ചിന്ത വന്നു. അങ്ങനെ വി ഡിസൈഡഡ് ടു ഗിവ് ദ യങ് മാൻ എ ഫ്രഷ് സ്റ്റാർട്ട്. ഞങ്ങൾ 3 ആളും പാടെ തീരുമാനിച്ചു, എന്ത്, ആ യുവാവിനൊരു പുതിയൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഈ സംഭവം പുറത്തറിഞ്ഞാൽ എന്തായാലും ആ വക്കീൽ എത്ര 1 രൂപയാണ് എടുത്തുകണമെങ്കിൽ പോലും അദ്ദേഹം ചെയ്യും, കേസ് കൊടുക്കും. ഒരു കള്ളത്തരം കാണിച്ചല്ലോ, അതിൻ്റെ പേരിൽ അദ്ദേഹം വക്കീലും കൂടിയാണ്, ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പോൾ കേസ് കൊടുക്കും, പിന്നെ ജയിലിൽ പോകും. ഈ യുവാവിൻ്റെ ജീവിതം, പിന്നെ ആത്മഹത്യക്ക് ശ്രമിച്ച വേറെ കേസ് അതും ഉണ്ടാവും. അങ്ങനെ ജീവൻ തന്നെ ഇല്ലാണ്ടാവും. അപ്പോൾ ഇത് കണ്ട ആൾക്കാർ, ഇപ്പോൾ ഇവർ 3 പേരുമാണ്, അവർ പുറത്ത് പറയാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ യുവാവിനൊരു ജീവിതം കൊടുക്കാൻ പറ്റി. പിന്നെ പോലീസുകാരനാണ് ഒരു സാക്ഷി, അദ്ദേഹത്തിൻ്റെ ജോലി പോണ കേസാണ്. ഇങ്ങനൊരു മോഷണത്തിൻ്റെ കേസും ഒരു ആത്മഹത്യ ശ്രമം നേരിട്ട് കണ്ടിട്ട് പിന്നെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാതെന്നാൽ അദ്ദേഹത്തിന് പണി കിട്ടും. പക്ഷേ ആ റിസ്ക്കും കൂടി ഏറ്റെടുത്തുകൊണ്ട് അതെന്ത് ചെയ്തു, 3 ആളും പാടെ ഈ യുവാവിനൊരു ഫ്രഷ് സ്റ്റാർട്ട്, പുതു തുടക്കം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ദ സെർജൻറ്റ് അറ്റ് കൺസിഡറബിൾ റിസ്ക് ടു ഹിസ് ജോബ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പോലീസുകാരന് നല്ല കൺസിഡറബിൾ ആയിട്ടുള്ള റിസ്ക് ഉണ്ട് തൻ്റെ ജോബിന്. കാരണം എന്താ, റിസോൾവ്ഡ് ടു മേക്ക് നോ റിപ്പോർട്ട് അപ്പോൺ ദ കേസ്. ആ കേസ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ തൻ്റെ ജോലിയെ ബാധിക്കും. അദ്ദേഹം എന്ത് ചെയ്തു, ആ കേസ് മറച്ചു വെച്ചു. ആരും റിപ്പോർട്ട് ചെയ്യാതെ അദ്ദേഹം എന്ത് ചെയ്തു, ആ പ്രശ്നം പരിഹരിച്ചു. സോ ദാറ്റ് നോ കോർട്ട് പ്രൊസീഡിങ് വുഡ് റിസൾട്ട്. അതുകൊണ്ട് തന്നെ ഇനി കോടതി വിചാരണയും കാര്യങ്ങളൊന്നും യുവാവിന് നേരിടേണ്ടി വരില്ല. അപ്പോൾ അദ്ദേഹം നല്ലൊരു ഉപകാരമാണ് ചെയ്തത്. ദ ലാൻഡ് ലേഡി, നമ്മുടെ ലാൻഡ് ലേഡി എങ്ങനെയാണ് സഹായിച്ചത്? ഓഫേർഡ് എ മന്ത്സ് ഫ്രീ ബോർഡ് അണ്ടിൽ ഹീ ഷുഡ് ഗെറ്റ് അപ്പോൺ ഹിസ് ഫീറ്റ് അഗെയിൻ. ആ യുവാവിന് തൻ്റെ സ്വന്തം കാലിലൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ആ ലോഡ്ജിൽ ഫ്രീ ആയിട്ടൊരു മാസം താമസിക്കാനുള്ള സൗകര്യം ആര് കൊടുത്തു? നമ്മുടെ ലാൻഡ് ലേഡിയും കൊടുത്തു. വൈൽ I, making perhaps the least contribution, came forward with 7 pounds 10 shilling for him to put back in the office safe. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അദ്ദേഹത്തെ സഹായിച്ചു. ആ സമയത്ത് ഞാൻ AJ ക്രോണി നമ്മളോട് പറയാണ്, ഞാൻ എന്താ ചെയ്തത്? മേക്കിംഗ് പെർഹാപ്സ് ദ ലീസ്റ്റ് കോൺട്രിബ്യൂഷൻ, വളരെ ചെറിയ ഒരു സംഭാവന ഞാൻ അതിലേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. എന്തായിരുന്നു ചെയ്തിരുന്നത്? കെയിം ഫോർവേഡ് വിത്ത് 7 pounds 10 shilling. ഞാനൊരു 7 pound 10 shillingുമായിട്ട് വന്നു. എന്നിട്ടോ ഫോർ ഹിം, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ടു പുട്ട് ബാക്ക് ഇൻ ദി ഓഫീസ് സേഫ്. ആ ഓഫീസ് സേഫിൽ ആരും കാണാതെ കൊണ്ടുപോയി വെക്കാനുള്ള സൗകര്യം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്തു. അപ്പം 3 പേരും എങ്ങനെ സഹായിച്ചത്? പോലീസുകാരൻ ഈ കേസ് റിപ്പോർട്ട് ചെയ്യാതെ ക്ലോസ് ചെയ്ത് കോടതിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ യുവാവിനെ സഹായിച്ചു. ലാൻഡ് ലേഡി അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ മാറുന്നത് വരെ അവിടെ ഫ്രീ ആയിട്ടൊരു മാസം താമസിക്കാനുള്ള അക്കമഡേഷൻ കൊടുത്തു. നമ്മുടെ ഡോക്ടർ ആ പൈസ ആ സേഫിലേക്ക് തിരിച്ചു വെക്കാനുള്ള സൗകര്യവും ചെയ്തു. ഇങ്ങനെ 3 പേരും യുവാവിന് വേണ്ടിയിട്ട് അവരാൽ കഴിയുന്ന സഹായം ചെയ്തു. അങ്ങനെ ദ ഷിപ്പ് മൂവ്ഡ് ഓൺ ത്രൂ ദ സ്റ്റിൽ ഡാർക്ക്നെസ് ഓഫ് ദി നൈറ്റ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അപ്പോൾ കഴിഞ്ഞ 25 കൊല്ലം മുമ്പുള്ള സംഗതിയാണ് ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ 17ാമത്തെ പാരാഗ്രാഫിൽ പറയുന്നത് വീണ്ടും പ്രസൻറ്റാണ്. നമ്മൾ ആ കപ്പലിലേക്ക് തന്നെ വരികയാണ്.
ദ ഷിപ്പ് മൂവ്ഡ് ഓൺ ത്രൂ ദ സ്റ്റിൽ ഡാർക്ക്നെസ്. ആ അന്ധകാരത്തിലൂടെ ഇരുട്ടിലൂടെ ഞങ്ങളുടെ കപ്പലിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി ആ രാത്രി. ദർ വാസ് നോ നീഡ് ഓഫ് സ്പീച്ച്. ഇനി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. വിത്ത് എ ടെൻഡർ ജെസ്ചർ, വളരെ മൃദുലമായ ഒരു ആംഗ്യത്തോടുകൂടി മിസ്സിസ് ഹെസ് ഹാഡ് ടേക്കൺ ഹെർ ഹസ്ബൻഡ്സ് ഹാൻഡ്. വളരെ മൃദുമായ ഒരു പിടുത്തം, ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ആക്ഷനോട് കൂടിയിട്ട് മിസ്സിസ് ഹെസ് തൻ്റെ ഭർത്താവിൻ്റെ കൈ വളരെ പതുക്കെ ഒന്നിങ്ങനെ പിടിച്ചു. ആൻഡ് ആസ് വി സാറ്റ് ഇൻ സൈലൻസ്, അങ്ങനെ ഞങ്ങൾ 3 പേരും അവിടെ നിശബ്ദമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഐ കുഡ് നോട്ട്, എനിക്ക് കഴിയുമായിരുന്നില്ല, ബട്ട് റിഫ്ലക്റ്റ് ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാഡ് മെയ്ഡ് ഇൻ മൈ ലൈഫ്. ഞാനത് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ മനസ്സിലപ്പം ഉണ്ടായി എന്ത്, ഞാൻ നിക്ഷേപിച്ചത് വെച്ചിൽ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി ഞാൻ നിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല നിക്ഷേപമാണ് ഇത് എന്ന് ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കി. ഐ ഹാഡ് മെയ്ഡ് ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ നിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ നിക്ഷേപം. ഇറ്റ് ഹാഡ് പെയ്ഡ് മീ നോ ഡിവിഡൻസ്, അത് എനിക്ക് യാതൊരു തരത്തിലുള്ള ഡിവിഡൻസ്, ലാഭവിഹിതവും തന്നിട്ടില്ല. ഇൻ വേർഡ്ലി ഗുഡ്സ്, പ്രത്യക്ഷത്തിൽ എനിക്ക് പണമായിട്ടോ അല്ലാതെയോ ഒരു ഉപകാരം അതുകൊണ്ട് കിട്ടിയിട്ടൊന്നുമില്ല. ബട്ട് ഹാഡ് ടേൺ ഔട്ട് ടു ബി ഇമ്മെൻസ്ലി പ്രോഫിറ്റബിൾ. പക്ഷേ ഇന്നതെന്താണ്, ഏറ്റവും വലിയ ലാഭകരമായ ഒരു ഉപകാരമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം എന്താണ്, നമ്മൾ പ്ലോട്ട് വാങ്ങിയിടുന്നതോ ബാങ്കിൽ കൊണ്ടുപോയിടുന്നതോ പോലെയല്ല ഈ യുവാവിൻ്റെ ജീവിതം രക്ഷിച്ചപ്പോൾ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു അദ്ദേഹം വൈഫും പിന്നെ ആരായി, ഇദ്ദേഹത്തെ പോലെ ഒരുപാട് പാവപ്പെട്ട തെരുവിൽ കഴിയുന്ന ആളുകളെയൊക്കെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന വലിയൊരു ഓർഗനൈസേഷൻ്റെ ആളായിട്ട് മാറിയില്ലേ. അപ്പോൾ പാവപ്പെട്ട ലോകത്തിലെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഇന്ന് ജോൺ മാറിയിട്ടുള്ളത്. അതിൻ്റെ കാരണം 25 കൊല്ലം മുമ്പ് നമ്മുടെ ഡോക്ടറും അവർ 3 പേരും അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതൊരു നിക്ഷേപമായിട്ടാണ് നമ്മുടെ ഡോക്ടർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം ഒരുപാട് നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചതാണ്. അത് തനിക്ക് പണമായിട്ടോ അല്ലാതെയോ വേറെ ലാഭങ്ങളൊന്നും കൊണ്ടുവന്നില്ലെങ്കിൽ കൂടിയും ഏറ്റവും വലിയ നിക്ഷേപമായിട്ടാണ് ഇത് ഡോക്ടർ കാണുന്നത് എന്ന് അദ്ദേഹം പറയാണ്. ഇറ്റ് സ്റ്റുഡ് ഔട്ട് എഗെയിൻസ്റ്റ് ഓൾ ദ ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാഡ് മെയ്ഡ് ത്രൂ ഔട്ട് ദ ഇയേഴ്സ് ഓഫ് ദോസ് ഫൂളിഷ് സ്പെക്കുലേഷൻസ്. ഞാൻ ഡോക്ടറാണല്ലോ, അപ്പോൾ നല്ല പണം സമ്പാദിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഒരുപാട് മോശപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഊഹാപോഹത്തിൻ്റെ കാര്യത്തിൽ ഫോർ മെറ്റീരിയൽ ഗെയിൻ, ഭൗതികമായ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഊഹത്തിൻ്റെ പേരിൽ അവിടെ കൊണ്ടുപോയിട്ട് എത്ര ലാഭം കിട്ടും, ഇവിടെ കൊണ്ടുപോയിട്ട് എത്ര ലാഭം കിട്ടും, അല്ലെങ്കിൽ ഇന്ന പ്ലോട്ട് വാങ്ങിയിട്ട് ലാഭം കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഡോക്ടറായി ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഒരുപാട് പണം സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടത്തരത്തിൻ്റെ പേരിൽ. അതിനൊക്കെ എനിക്ക് പണവും ലാഭമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പ്രൊഡ്യൂസിങ് ഒൺലി ആൻഷൈറ്റി, അതെനിക്ക് വളരെ ആൻഷൈറ്റിയും ഡിസപ്പോയിൻമെൻറ്റും ഫ്രസ്ട്രേഷനുമാണ് നൽകിയിട്ടുള്ളത്. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയ നിരാശ, ഡിസപ്പോയിൻമെൻറ്റ് പറഞ്ഞാൽ നിരാശ തന്നെ, ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ. ഇത്രയും പണവും സ്വത്തൊക്കെ ഉണ്ടായിട്ട് എന്താണ്, ഉറക്കമില്ല, ഭയങ്കര ടെൻഷനാണ്. ഈ പണമൊക്കെ പോകുമോ, ഇതൊക്കെ പണം എന്താ ചെയ്യുക, നാളെ അത് വാങ്ങണം ഇത് വാങ്ങണം, അങ്ങനെ ഒരുപാട് പണം ഉണ്ടായിട്ട് എന്താണ്, ഒരുപാട് ടെൻഷനും ഫ്രസ്ട്രേഷനും അതുപോലെ തന്നെ ഡിസപ്പോയിൻമെൻറ്റും മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പണം കൊണ്ട് നേടിയിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ എനിക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ഈ ജോൺ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ജീവൻ ഞാൻ രക്ഷിച്ചത്. കാരണം അത് ഇന്ന് എനിക്ക് മാത്രമല്ല ലോകത്തുള്ള ഒരുപാട് ആളുകൾക്ക് വലിയ ഉപകാരമായിട്ടത് മാറിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഈ പാഠം ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മിസ്റ്റർ ജോണിൻ്റെയും AJ ക്രോണിൻ്റെയും കഥ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ ഭൗതികമായ സമ്പത്തിനും നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഓടും. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ പാവപ്പെട്ടവരെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാറില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ ഒരുപാട് സമ്പത്ത്, സ്വത്ത് ഇതൊക്കെ നമ്മൾ സമ്പാദിച്ച് ബാങ്കിലും മറ്റും കൊണ്ടുപോയിടും. നമ്മൾ അവസാനം മരിച്ചു പോവുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് ആ സമ്പത്ത് കിട്ടിയേക്കാം. പക്ഷേ ഇത്രയും സമ്പത്ത് നമ്മൾ നേടിയിട്ട് മരണം വരെ നമുക്കതിൽ നിന്ന് എന്തെങ്കിലും സന്തോഷം കിട്ടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരം കിട്ടിയോ, മനസ്സമാധാനം കിട്ടിയോ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ, ഇതൊന്നും നമ്മൾ പല ആളുകളും ചിന്തിക്കാറില്ല. നമ്മുടെ മുമ്പിലും പിറകിലുമായിട്ട് ഒരുപാട് എക്സാമ്പിളുകളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളതൊന്നും മെയിൻറ്റ് ചെയ്യാറില്ല. കോടിക്കണക്കിന് സ്വത്തുക്കളുള്ള ആളുകളൊക്കെ ഒന്നിനും പറ്റാതെ വലിയ വലിയ മാരകമായ അസുഖങ്ങൾ കാരണം കുറേ കാലം ഇങ്ങനെ കിടന്നിട്ടാണ് മരിച്ചു പോകുന്നത്.
അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കുറേ പണം ഉണ്ടാക്കി, സ്വത്തുണ്ടാക്കി, അതൊക്കെ എന്താണ് ബാങ്കിലും മറ്റും കൊണ്ടുപോയിട്ടിട്ട് അതിങ്ങനെ ടെൻഷൻ അടിച്ച് ഈ പണമൊക്കെ പാടെ കള്ളം കൊണ്ടുപോകുമോ, ബാങ്ക് കത്തിപ്പോകുമോ എന്നൊക്കെ ആലോചിച്ച് ആ വില കുറയുമോ, മൂല്യം കൂടുമോ കുറയുമോ, എന്താ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുക, അല്ലേ? സ്വർണം വാങ്ങി 100 പവൻ വാങ്ങി അലമാറയിൽ വെച്ചാൽ ഇന്ന് 30,000 രൂപയാണെങ്കിൽ നാളെ 25,000 രൂപയായിരിക്കും. അപ്പം ഇനി ഇത് കുറയുമോ, പണം നഷ്ടപ്പെടുമോ, ഇനി ഇതെന്നാണോ കൂടുക, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാണ്, ടെൻഷൻ അടിച്ച് ഇല്ലാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക എന്നല്ലാതെ ഇതുകൊണ്ടൊക്കെ കൂടുതൽ വലിയ നേട്ടങ്ങളൊന്നുമില്ല. അതിന് മറിച്ച് ഇതുകൊണ്ടൊക്കെ പാവപ്പെട്ടവരെ സഹായിച്ച് ഉപകാരം ചെയ്ത് ആരുമില്ലാത്തവർക്കൊക്കെ ഉപകാരങ്ങൾ ചെയ്ത് ദാനം ചെയ്തിട്ടൊക്കെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ശേഷമൊക്കെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് അത് മാറും എന്നുള്ള വലിയൊരു പാഠാണ് നമുക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റുകൾ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും